സ്വാമി ശരണം വിളിക്കേണ്ട പമ്പയുടെ മണ്ണിൽ ഇന്ന് കേൾക്കുന്നത് അഴിമതിയുടെ അട്ടഹാസങ്ങളാണ്. ഭക്തർ 1 രൂപയും 2 രൂപയുമായി അയ്യപ്പന് നൽകുന്ന കാണിക്കപ്പണം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ആഡംബരത്തിനും പിണറായി വിജയന്റെ സുഖനിദ്രയ്ക്കും വേണ്ടി ധൂർത്തടിക്കുകയാണ്. ലോക ചരിത്രത്തിൽ ഭക്തി ഇത്രത്തോളം കൈയിട്ട് വാരുന്ന ഒരു സംഘത്തെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം ഒരു ആഗോള അഴിമതി സംഗമമായി മാറിയതിന്റെ ഞെട്ടിക്കുന്ന കണക്കുകൾ ഓരോന്നായി പുറത്തു വരികയാണ്. ഭക്തർക്ക് വിരിക്കാൻ പായയില്ല, കുടിക്കാൻ വെള്ളമില്ല. പക്ഷെ മുഖ്യമന്ത്രിക്ക് ഉറങ്ങാനായി 1 ലക്ഷത്തിന്റെ കട്ടിൽ. കേരളം കണ്ട ഏറ്റവും വലിയ വിശ്വാസ വഞ്ചനയുടെ കഥ കേൾക്കണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഭാരതത്തിലെ കോടിക്കണക്കിന് വിശ്വാസികളുടെ പുണ്യഭൂമിയാണ് ശബരിമല. എന്നാൽ ആ പുണ്യത്തെ വിറ്റ് കാശാക്കാൻ പിണറായി സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തിയ ആ ആസൂത്രണം ഒടുവിൽ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നു. ഒരു സർക്കാർ പരിപാടി നടത്തുമ്പോൾ പത്രപരസ്യം നൽകി ടെൻഡർ വിളിച്ച് സുതാര്യമായി ചെയ്യണമെന്നാണ് നിയമം. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? സകല നിയമങ്ങളും കാറ്റിൽ പറത്തി കരാർ മുഴുവൻ നൽകിയത് ഭരണകക്ഷിയുടെ സ്വന്തം ഊരാളുങ്കലിന് കീഴിലുള്ള ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കാണ്. അതും പോരാഞ്ഞ് അവർക്ക് ലാഭവിഹിതത്തിന് പുറമെ 10% ടിപ്പായി അധിക തുക കൂടി നൽകി. ഇത് മുഖ്യമന്ത്രിയുടെ കുടുംബ സ്വത്താണോ? ഭക്തരുടെ പണം ഇങ്ങനെ വാരിക്കോരി നൽകാൻ? അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്ന ഏറ്റവും രസകരമായ ഭാഗം ഒരു സംഗീത പരിപാടിയാണ്. 1.5 മണിക്കൂർ നേരത്തെ ഭജനയ്ക്ക് നൽകിയത് 8 ലക്ഷം രൂപ. ചോദ്യം ഉയർന്നപ്പോൾ ദേവസ്വം ബോർഡ് പറയുന്നത് പേര് മാറിപ്പോയി എന്നാണ്. പേര് മാറിയാലും തുക മാറില്ലല്ലോ. GST ബില്ലുകൾ പോലും ഇല്ലാത്ത ലക്ഷങ്ങൾ കൈമാറുമ്പോൾ ഇത് ഹോളിവുഡ് ഷോയാണോ അതോ അയ്യപ്പ സംഘമാണോ എന്ന് ജനങ്ങൾ ചോദിക്കുന്നു. ഭക്തിയുടെ മറവിൽ നടക്കുന്നത് പച്ചയായ മണി ലോണ്ടറിംഗ് ആണെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ ഓരോ വരിയും അടിവരയിടുന്നുണ്ട്. നടക്കാത്ത ഭജനയ്ക്ക് വേണ്ടിയാണ് ഈ 8 ലക്ഷം എന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. പമ്പയിൽ അയ്യപ്പൻ ഉറങ്ങുന്നത് കഠിനമായി വ്രതമെടുത്ത് മണലിലാണെങ്കിൽ കേരളത്തിന്റെ പുതിയ അയ്യപ്പൻ എന്ന് സ്വയം ചമയുന്ന മുഖ്യമന്ത്രിക്ക് ഉറങ്ങാൻ ഭക്തരുടെ പണം കൊണ്ട് 1 ലക്ഷം രൂപയുടെ ആഡംബര കട്ടിൽ വാങ്ങിയിരിക്കുന്നു. ഗസ്റ്റ് ഹൗസ് നവീകരണത്തിന്റെ പേരിൽ നടന്ന ഈ ആഡംബരം ആര് സൂചിപ്പിക്കാനാണ്? ഭക്തർക്ക് ശ്വസിക്കാൻ ശുദ്ധവായു പോലും ഉറപ്പാക്കാത്ത സർക്കാർ VIP-കൾക്ക് താമസിക്കാൻ താജ് കുമരകത്തും ഗോകുലം ഗ്രാൻഡിലുമായി ചിലവാക്കിയത് 20 ലക്ഷത്തിലധികം രൂപ. മദ്യവർജനം പ്രസംഗിക്കുന്നവർ ബാർ അറ്റാച്ച്ഡ് ഹോട്ടലുകളിൽ പോയി താമസിച്ച് അയ്യപ്പ സംഗമം നടത്തിയത് വിശ്വാസികളോടുള്ള വെല്ലുവിളിയല്ലേ? ഭക്ഷണത്തിന്റെ കണക്കുകൾ കേട്ടാൽ നിങ്ങൾ മൂക്കത്ത് വിരൽ വെക്കും. 500 പേർ ഭക്ഷണം കഴിച്ച ഇടത്ത് 3000 പേരുടെ ബില്ല് എഴുതി വെച്ചിരിക്കുന്നു. ബാക്കി വന്ന ഭക്ഷണം തമിഴ്നാട്ടിലെ കുപ്പത്തൊട്ടിയിൽ. ഇതിനേക്കാൾ ക്രൂരമായത് അയ്യപ്പന്റെ പ്രസാദമായ അപ്പവും അരവണയും അടങ്ങിയ കിറ്റ് 1000 രൂപയ്ക്ക് വിറ്റതാണ്. സൗജന്യമായി കിട്ടേണ്ട പ്രസാദം പോലും നേതാക്കളുടെ ബിനാമികൾ വിറ്റ് കാശാക്കി. ഭക്തർ പവിത്രമായി കാണുന്ന പ്രസാദം പിന്നീട് തമിഴ്നാട്ടിലെ ആളൊഴിഞ്ഞ പറമ്പിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി. ഇതിലും വലിയ എന്ത് നിന്ദയാണ് അയ്യപ്പനോട് കാട്ടാനുള്ളത് എന്നതാണ് ഉയരുന്ന ചോദ്യം.